ഈ കഴിഞ്ഞ 2024 സീസണിലെ കാര്യം നമ്മൾ നോക്കുകയാണ് എങ്കിൽ ബാലൻഡിയോ റോഡ്രി കൊണ്ടുപോകുന്നു. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് മാഞ്ചസ്റ്റർ സിറ്റി കൊണ്ടുപോകുന്നു. PFA പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് ഫിൽ ഫോഡൻ നേടുന്നു. യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ഹാരി കെയ്ൻ സ്വന്തമാക്കുന്നു. പ്രീമിയർ ലീഗ് ഗോൾഡൻ ബൂട്ട് ഹാലൻഡ് കൊണ്ടുപോകുന്നു. വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയർ വിനീഷ്യസ് ജൂനിയർ. FA കമ്മ്യൂണിറ്റി ഷീൽഡ് മാഞ്ചസ്റ്റർ സിറ്റി. ഫിഫ പുസ്കസ് അവാർഡ് ഗാർനാച്ചോ. UEFA ചാമ്പ്യൻസ് ലീഗ് റിയൽ മാഡ്രിഡ്. പ്രീമിയർ ലീഗ് ആവട്ടെ മാഞ്ചസ്റ്റർ സിറ്റി. അങ്ങനെ തുടങ്ങി ഓരോ കിരീടങ്ങളും വ്യക്തിഗത പുരസ്കാരങ്ങളും വേറെ വേറെ ക്ലബ്ബുകളും വ്യത്യസ്ത താരങ്ങളും നേടുമ്പോൾ 2008 സീസണിലെ കാര്യം നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഈ പറഞ്ഞതെല്ലാം തന്നെ ഒരൊറ്റ ക്ലബ്ബും ഒരൊറ്റ വ്യക്തിയുമാണ് സ്വന്തമാക്കിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. സർ അലക്സ് ഫർഗൂസന്റെ ആ ഓമനപുത്രൻ ദക്ഷിണയായി തന്റെ കാൽച്ചുവട്ടിലേക്ക് വെച്ചു കൊടുത്തത് ആ 2008 സീസൺ മുഴുവനായിരുന്നു. അതെ, ഒരു സീസണിൽ ഒരു താരത്തിന് എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടിയിട്ടാണ് ആ 2008 സീസൺ അങ്ങ് ക്രിസ്ത്യാനോ വിട്ടുകൊടുത്തത്. എന്തിനു പറയാൻ, ഇത്രയേറെ കിരീടങ്ങൾ വാരിക്കൂട്ടിയ സാക്ഷാൽ ലിയോ മെസ്സിക്ക് പോലും ഈ ഒരു കാര്യം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.